എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ഇൻഡോർ പ്ലാന്റുകളെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഈ കാണുന്നതാണ് പീസ് ലില്ലി എന്ന് പറയുന്നത്. ഇത് ഔട്ട്ഡോർ ആയിട്ടും ഇൻഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. ഔട്ട്ഡോർ ആയിട്ട് വളർത്തുമ്പോൾ ഇതിനെ ഏതെങ്കിലും വലിയ ചെടിയുടെ മൂട്ടിലോ മരങ്ങളുടെ ചുവട്ടിലോ നടുന്നതായിരിക്കും നല്ലത്. വെയിൽ തീരെ വേണ്ടാത്ത ഒരു ചെടിയാണിത്. ഇതിപ്പം ഇൻഡോർ ആയിട്ടാണ് നട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തില്ലെങ്കിലും നല്ലപോലെ തഴച്ച് വളരുന്ന ഒരു ചെടിയാണിത്. ഇത് 2 ദിവസം കൂടുമ്പോൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പൂവും ആന്തൂറിയം പൂവും ഒരേപോലെ തോന്നും. ആന്തൂറിയം പൂവിൻ്റെ അതേ കട്ടി തന്നെ ഇതിനും ഉണ്ടാവും. ഇതിപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞ് പിടിച്ച് നിൽക്കുകയാണ്. ഇത് ഇങ്ങനെ വരുമ്പോൾ സമയത്ത് മൊത്തത്തിലെടുത്ത് ആ ചെടി മുഴുവനായിട്ട് ചട്ടിയിൽ നിന്നും പുറത്തേക്ക് എടുത്ത് അതിൽ നിന്ന് പിരിച്ച് വേറെ ചട്ടികളിലേക്ക് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ ഒരു ചട്ടിയിൽ നിന്ന് തന്നെ ധാരാളം തൈകളെടുത്ത് കുറേയധികം ചട്ടിയിൽ നട്ട് നല്ല ഒരു ഗാർഡനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഈ ചെടി മാത്രം മതിയാവും. ഇതിൻ്റെ പൂവ് ഏകദേശം 1 മാസത്തോളം വാടാതെ തന്നെ നിൽക്കും. ഇതിപ്പം 2 ആഴ്ചയോളം ആയ പൂവാണ് ഇപ്പോഴും നല്ലതായിട്ട് നിൽക്കുന്നത്. ഇതിപ്പം വീട്ടിന് പുറത്ത് വച്ചേക്കുന്ന ഒരു ചെടിയാണ്. ഇത് കുറച്ച് വെയിലെല്ലാം കൊള്ളുന്നതാണ്. അത് കാരണം അതിപ്പോഴും ഒരു പൂവും വന്ന് അങ്ങനെ അകത്തിരിക്കുന്ന ചെടിയുടെ കളറൊന്നും പുറത്തിരിക്കുന്ന ചെടിക്ക് വന്നിട്ടില്ല. സാധാരണ ഈ ചെടി ആമസോൺ കാടുകളിലാണ് കാണപ്പെടുന്നത്. അത് വലിയ മരങ്ങളുടെ താഴെ നന്നായിട്ട് സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നന്നായിട്ട് തഴച്ച് വളരുന്ന ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിന് സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ പുറത്ത് നടുമ്പോഴും ആ രീതിക്ക് നടുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും. മുറ്റത്ത് ഒരു ഗാർഡൻ അലങ്കരിക്കാനുമൊക്കെ ഈ ചെടി നല്ലതാണ്. വീട്ടിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഈ ചെടിയെ ഒരു അലങ്കാര വസ്തുവായി വീടിനുള്ളിൽ തന്നെ വളർത്തുന്നുണ്ട്. ഇത് നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ആ പൂക്കുന്ന ചെടി 1 മാസത്തോളം വാടാതെ അങ്ങനെ നിൽക്കുകയും ചെയ്യും. ഈ കാണുന്നതെല്ലാം ഇൻഡോർ പ്ലാന്റുകളാണ്. ഇതും പീസ് ലില്ലിയാണ്. ഈ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ മുകളിൽ ചട്ടി തിരിയിട്ട് ആ മണ്ണിൽ കൂടെ ഒരു തിരി ഇട്ടിട്ടുണ്ട്. അത് താഴത്തെ ചട്ടിയിൽ തട്ടി നിൽപ്പുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അത് തിരിയിൽ പിടിച്ച് മുകളിലത്തെ ചെടികൾക്ക് നല്ലപോലെ വെള്ളം കിട്ടും. അത് കാരണം ഈ താഴത്തെ ചട്ടിയിലെ വെള്ളം തീരുമ്പോൾ മാത്രം ഒഴിച്ചാൽ മതിയാവും. ഒരാഴ്ചയോളം അതങ്ങനെ തന്നെ ഉണ്ടാവും. അത് കാരണം എന്നും വെള്ളം തളിക്കേണ്ട ആവശ്യമില്ല. കാണുന്നത് പനിക്കൂർക്കയാണ്. അത് നന്നായിട്ട് വളർന്ന് നിൽപ്പുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.